ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന വിശ്വാസികളുടെ ഐക്യത്തെക്കുറിച്ചും യേശുക്രിസ്തു തൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും നിറവേറ്റിയ അനുരഞ്ജന പ്രവർത്തനത്തെക്കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് ചർച്ച ചെയ്യുന്ന ഒരു വലിയ ഭാഗമാണ് ഈ വാക്യം. ഈ വാക്യത്തിലെ പ്രധാന വിഷയങ്ങളിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഐക്യം, ഉറച്ച അടിത്തറയുടെ പ്രാധാന്യം, വിശ്വാസിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ കേന്ദ്രീകരണം എന്നിവ ഉൾപ്പെടുന്നു. ഈ വാക്യങ്ങൾ എഴുതിയ സന്ദർഭത്തിലും ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലും ഈ വിഷയങ്ങൾക്ക് കാര്യമായ സ്വാധീനമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമിലെ ജയിലിൽ നിന്നാണ് എഫേസ്യരുടെ ഈ പുസ്തകം എഴുതുന്നത്. കത്ത് എഫെസോസിലെ സഭയെ അഭിസംബോധന ചെയ്യുന്നു. എഫെസോസ് നഗരം പുരാതന ലോകത്തിലെ ഒരു പ്രധാന വാണിജ്യ മത കേന്ദ്രമായിരുന്നു. അവിടെയുള്ള പള്ളി യഹൂദ നിയമവാദത്തിൽ നിന്നും പുറംജാതീയ വിഗ്രഹാരാധനയിൽ നിന്നും വെല്ലുവിളികൾ നേരിട്ടു. ഈ സന്ദർഭത്തിൽ വിശ്വാസികളുടെ ഐക്യത്തിലും യേശുക്രിസ്തുവിൻ്റെ അടിസ്ഥാനപരമായ പങ്കിലും പൗലോസിൻ്റെ ഊന്നൽ അവിശ്വസനീയമാം വിധം പ്രാധാന്യമർഹിക്കുമായിരുന്നു. എഫെസോസിലെ വൈവിധ്യമാർന്ന ജനസംഖ്യയിൽ യഹൂദന്മാരും വിജാതീയരും ഉൾപ്പെടുമായിരുന്നു. കൂടാതെ ക്രിസ്തുവിലുള്ള ഐക്യത്തിൻ്റെ പൗലോസിൻ്റെ സന്ദേശം ഇന്നത്തെ സാംസ്കാരികവും മതപരവുമായ വിഭജനങ്ങളിൽ നിന്നുള്ള സമൂലമായ വ്യതിചലനമാകുമായിരുന്നു. സഭ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറയിൽ പണിതിരിക്കുന്നു എന്ന ആശയത്തെ ഈ വാക്യം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിശ്വാസത്തിന് സിദ്ധാന്തപരവും ദൈവശാസ്ത്രപരവുമായ അടിത്തറ പാകിയ ക്രിസ്ത്യൻ സഭയുടെ ആദ്യകാല നേതാക്കന്മാരുടെ പഠിപ്പിക്കലുകളുടെയും വെളിപാടുകളുടെയും ഒരു പരാമർശമാണ് ഈ അടിസ്ഥാനം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ഉപകരണങ്ങളായിരുന്നു. ആദിമസഭ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അവരുടെ പഠിപ്പിക്കലുകൾ ക്രിസ്ത്യൻ വിശ്വാസത്തിനും ആചാരത്തിനും അടിസ്ഥാനം നൽകുന്നു. അവരുടെ രചനകൾ പുതിയ നിയമത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പുറമെ യേശുക്രിസ്തു തന്നെ സഭയുടെ മുഖ്യ മൂലക്കല്ല് എന്ന് വിശേഷിക്കപ്പെടുന്നു. ഈ ഇമേജറി നിർമ്മാണ ലോകത്ത് നിന്നാണ് വരുന്നത്. അവിടെ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ കല്ലാണ് മൂലക്കല്ല്. ഇത് ശ്രദ്ധാപൂർവം സ്ഥാപിച്ചു. മറ്റെല്ലാ കല്ലുകളും അതിനെ പരാമർശിച്ച് സജ്ജമാക്കി. മുഴുവൻ ഘടനയും ശരിയായി വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കി. അതുപോലെ യേശുക്രിസ്തുവാണ് സഭ പണിതിരിക്കുന്ന അടിസ്ഥാനശില. അവൻ ഐക്യത്തിൻ്റെയും സ്ഥിരതയുടെയും ഉറവിടമാണ്. സഭയുടെ മറ്റെല്ലാ ഘടകങ്ങളും അവനുമായി യോജിപ്പിച്ച് കെട്ടിപ്പടുത്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും പ്രവർത്തനത്തെയും പ്രതിനിധീകരിക്കുവാൻ പുതിയ നിയമത്തിൽ മറ്റെവിടെയെങ്കിലും മൂലക്കല്ലിൻ്റെ ചിത്രം ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഈ വാക്യം പ്രതീകാത്മകതയുടെ ആഴത്തിലുള്ള പാളിയും വഹിക്കുന്നു. യെശയ്യാവ് 28:16 കർത്താവ് പ്രഖ്യാപിക്കുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു അടിസ്ഥാന കല്ലും പരീക്ഷിച്ച കല്ലും വിലയേറിയ മൂലക്കല്ലും ഉറപ്പുള്ള അടിത്തറയും സ്ഥാപിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ നിവൃത്തിയും മനുഷ്യരാശിക്കുള്ള അവൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ മൂലക്കല്ലുമായ യേശുക്രിസ്തുവിൽ ഈ പ്രവചനം നിവൃത്തിയേറുന്നു. മൂലക്കല്ല് എന്ന സങ്കല്പം തിരസ്കരണത്തിൻ്റെയും ഉയർച്ചയുടെയും ആശയവും ഉൾക്കൊള്ളുന്നു. സങ്കീർത്തനം 118 അതിൻ്റെ 22 പുതിയ നിയമത്തിൽ ഒന്നിലധികം തവണ ഉദ്ധരിക്കപ്പെട്ട ഒരു ഭാഗം. സങ്കീർത്തനക്കാരൻ പ്രഖ്യാപിക്കുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് അത് മൂലക്കല്ലായി മാറിയിരിക്കുന്നു. ഈ വാക്യം പുതിയ നിയമത്തിൽ യേശുവിന് ബാധകമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വൈരുദ്ധ്യാത്മക സ്വഭാവം എടുത്തു കാണിക്കുന്നു. അക്കാലത്തെ
മതനേതാക്കന്മാരാൽ തിരസ്കരിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തെങ്കിലും സഭയുടെ മൂലക്കല്ലായും ലോകരക്ഷകനായും ദൈവം അവനെ ഉയർത്തിയിരിക്കുന്നു. പ്രായോഗികമായി എഫേസ്യർ 2:20 സന്ദേശം വിശ്വാസികളുടെ ജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. അചഞ്ചലവും മാറ്റമില്ലാത്തതുമായ ഉറച്ച അടിത്തറയിലാണ് സഭ പണിതിരിക്കുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെയും ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും സത്യത്തിൽ നമുക്ക് സുരക്ഷിതത്വവും സ്ഥിരതയും കണ്ടെത്തുവാൻ കഴിയും. വിശ്വാസികളുടെ പശ്ചാത്തലമോ സംസ്കാരമോ പരിഗണിക്കാതെയുള്ള ഐക്യത്തിനും ഇത് ഊന്നൽ നൽകുന്നു. വംശം, രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രം എന്നിവയാൽ പലപ്പോഴും വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്ത് ക്രിസ്തു എന്ന വ്യക്തിയിലും അവൻ്റെ പ്രവർത്തനത്തിലും അധിഷ്ഠിതമായ ഐക്യത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും വിളക്കുമാടമായി സഭ നിലകൊള്ളുന്നു. അവസാനമായി എഫേസ്യർ 2:20 അടിസ്ഥാന സത്യത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഐക്യത്തിൻ്റെയും സഭയുടെ മൂലക്കല്ലെന്ന നിലയിൽ യേശുവിൻ്റെ ഉന്നതമായ പങ്കിൻ്റെയും സന്ദേശം വഹിക്കുന്ന സമ്പന്നവും ഗഹനവുമായ ഒരു വാക്യമാണ്. ഐക്യം, സ്ഥിരത, അനുരഞ്ജനം എന്നീ വിഷയങ്ങൾക്ക് അത് എഴുതപ്പെട്ട സന്ദർഭത്തിലും ഇന്നത്തെ വിശ്വാസികളുടെ ജീവിതത്തിലും ആഴത്തിലുള്ള സ്വാധീനമുണ്ട്. ഈ വാക്യം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മാറ്റമില്ലാത്തതും അടിസ്ഥാനപരവുമായ സത്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ക്രിസ്തുവിൽ മാത്രം കാണപ്പെടുന്ന ഐക്യവും സ്ഥിരതയും ഉൾക്കൊള്ളുവാൻ അവൻ നമ്മെ വിളിക്കുന്നു. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.